അഫ്സാന മിസ് ലീവ് കഴിഞ്ഞ് പോയി തിരിച്ച് വീണ്ടും വന്ന് ആണോ? ഒരു വെക്കേഷന് വന്ന് പോയി തിരിച്ചു വന്ന്. ഒരു വെക്കേഷന് ഇത്ര പോകാനായി. ഗ്യാപ്പല്ലേ? ഇനി പോവാനായി. എവിടെ എല്ലാരും ഇപ്പൊ ജോയിൻ ആവുമായിരിക്കും. കിട്ടിയില്ല. എന്താ മിസ്സിന്റെ വിശേഷം? എന്ത് വിശേഷം മിസ്? എല്ലാ ദിവസവും ഒരുപോലെ, രാവിലെ വന്ന് രാത്രി വന്ന്, പ്രത്യേകിച്ച് ഒന്നുമില്ല. എങ്ങനെ ഇരിക്കുന്നു? സുഖമാണോ എല്ലാവർക്കും? സുഖം. ഞങ്ങക്ക് ട്രെയിനിങ് ഒക്കെ തുടങ്ങി. അയ്യോ അത് ചോദിക്കാൻ മറന്നു. ഞാൻ നേരത്തെ അതൊക്കെ ഓർത്ത് വെച്ചായിരുന്നു, ഇതൊക്കെ ചോദിക്കണം എന്ന്. ക്ലാസ് നിങ്ങളെ കണ്ടപ്പോ മറന്നു. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? കൊഴപ്പല്ല. ആദ്യത്തെ ദിവസം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും പ്രശ്നമല്ല. ആ ആ എത്ര ക്ലാസ് ആയി മിസ്സിന്? എനിക്ക് 2 എണ്ണം. ആ എനിക്ക് ആ കുട്ടി ഇന്ന് അഞ്ചാമത്താ. ആ ഫോർമുല എങ്ങനെ പഠിപ്പിച്ചു കൊടുക്ക മിസ്സേ? ആ കുട്ടി എങ്ങനെ ആ കുട്ടി പഠിക്കുന്നില്ലെന്നാ? ആ കുട്ടിക്ക് അത് മനസ്സിലാവണില്ല. അത് ശരി. ഇപ്പൊ ഏതാ ബിഗ് ഫ്രണ്ടാ പഠിപ്പിക്കുന്നേ? ബിഗ് ഫ്രണ്ട് പ്ലസ് ഓക്കെ ഇതാണ്, മൈനസ് ആണ്. മൈനസില്. മൈനസ് നമ്മള് ഫ്രണ്ട്സിനെയും ബോസിനെയും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തില്ലേ? അതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്. അപ്പൊ മൈനസ് ലെസ് ദി ബോസ് ആഡ് ദി ഫ്രണ്ട് എന്ന് മാത്രം പഠിപ്പിക്കുക. ഏത് നമ്പർ വന്നാലും അവിടെ ബോസിനെ ലെസ് ചെയ്യുക, ഫ്രണ്ടിനെ ആഡ് ചെയ്യുക. ആ അതൊക്കെ ഇനി ലെസ് ദി പറഞ്ഞു കൊടുത്ത ബോസ് കുട്ടിക്ക് ആഡ് ദി ഫ്രണ്ട്. മനസ്സിലാവണില്ല. ആണല്ലേ? അത് കുറച്ച് മിസ്സിന്റെ പഠിപ്പിച്ച കുട്ടിന്റെ അല്ല, ഒരു ടീച്ചറെ മോനാണ്, ഷെഹല പറഞ്ഞിട്ട്. എന്നിട്ട് മിസ് ഞങ്ങളെ ഗ്രൂപ്പിൽ വരലില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഷഹല മിസ്സോ? ഉം ആ മിസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ TTC കംപ്ലീറ്റ് ആക്കിയില്ലാന്ന്. അബാക്കസിന്റെ ഇപ്പൊ ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കാണ്. ഷഹല. ജാസ്മീൻ ഒക്കെ ഉള്ള ഗ്രൂപ്പാണ് പറഞ്ഞു വെറുതെ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ആര്യ പറഞ്ഞു. മിസ്സിന്റെ ഗ്രൂപ്പാണോ? അല്ല, മിസ്സാണ് ഓരെടുക്കണത് എന്ന്. ജാസ്മിൻ ഒന്നും നമ്മളതിൽ ഇല്ലല്ലോ മിസ്. ഷഹല എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എനിക്ക് ആളെ മുഖം ഓർമ്മയില്ല. കുറെ ആൾക്കാരെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ക്ലാസ് കയറാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളോട് ഒരു വിട്ടു. ആ റെഗുലർ ആയിട്ട് കയറുന്ന നമ്മളെ ബാച്ചിൽ അങ്ങനെ ഇല്ലായിരുന്നു. കുറച്ചാൾ കഴിഞ്ഞ് കുറച്ചാൾ അങ്ങ് കൊഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർ എല്ലാ ലെവലിലും എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ എല്ലാരെയും നല്ലോണം അറിയാം. മറ്റേതൊന്നും അങ്ങനെയല്ല. അതിൽ ഇടയ്ക്ക് 3-4 ക്ലാസ് കഴിയുമ്പോ ഒന്ന് കയറും, അങ്ങനെയൊക്കെ പോകുമ്പോഴേ നമുക്ക് കിട്ടൂല അവർത്തുനിന്ന് ആരൊക്കെയാന്ന്. സബിത മിസ്സേ, മറ്റേ ആ ഷെറി മിസ്സേ, മിസ് ആണോ? എന്തൊക്കെയാണ് ക്ലാസ് ഒക്കെ ഞാനാണ് എങ്ങനെ മിസ്സേ. പോകുന്നു? ക്ലാസ് ഒക്കെ ഇങ്ങനെ ക്ലാസ്സൊക്കെ പോകുന്നു. സ്റ്റാർട്ട് ആയിട്ടില്ല. എത്ര ക്ലാസ് ആയി ഇപ്പോ? ഇല്ല മിസ്സേ, എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കുട്ടിക്ക് വെക്കേഷന് പറ്റുള്ളൂന്ന്, അതിന് ആ എക്സാം ആ നടന്നുകൊണ്ടിരിക്കും. ശരി. ഇപ്പൊ എക്സാം, ശരിയാ, ഇപ്പൊ എക്സാം നടക്കുന്നതാണോ? അപ്പൊ ഈ ബാച്ചില് ഞാനും അഫ്സാനയും മാത്രമേ ചെയ്യണുള്ളൂ. അല്ല ഷെറി മിസ് ഇല്ലേ? എനിക്ക് കിട്ടിയിട്ടില്ല മിസ്സേ. എന്റെ കിട്ടിയില്ല. 11 അങ്ങനെ നമ്പറൊക്കെ ഉണ്ടോ നിങ്ങക്ക്? 10 വരെയാണ് ഇപ്പൊ 10 നമ്പർ പറഞ്ഞത്. വരെയുള്ള ഒരു കുട്ടി, 10 പേർക്ക് ആദ്യം, ഓ പിന്നെ അതിന് ശരി. ശേഷം. എന്നാ പിന്നെ ഇതിൽ അധികം ഉണ്ടാവില്ല. മറ്റേ ഇല്ല ബാച്ചുകാർക്ക് മിസ്സേ, ഉണ്ടല്ലോ കുറെ ആൾക്കാര്. ഷെർമിസേ, ഷെർമിസേ, ആ 13 വരെയുള്ള നമ്പർ കുട്ടികൾ വിട്ടിട്ടുണ്ടല്ലോ. ഞാൻ 10 കണ്ടുള്ളൂ. ഇല്ല, 11ഉം 12ഉം വിട്ടു. അതിനുശേഷം 13 എനിക്ക് വിട്ട്. ഞാൻ 13ആണ് നമ്പർ എന്റെ. ഞാൻ വിളിച്ചല്ല. 11ഉം അയ്യോ, 12 ഞാൻ ഇട്ടിട്ടുണ്ട് ആദ്യം. ട്ടാ. കണ്ടില്ലേ? 11ഉം 12 ആ ഇട്ടിട്ടുണ്ടേ. എന്നാ നോക്ക്. ആണോ? ഉം. ഞാൻ നോക്കി, അന്ന് കണ്ടപ്പോ 10 കണ്ടുള്ളൂ. പിന്നെ ഞാൻ വെച്ച് ഇപ്പൊ ഇടൂലായിരിക്കും. ഇല്ല ഇല്ല, ഇട്ടിട്ടുണ്ട്. 11 നമ്മുടെ ഇട്ടിട്ടുണ്ട്, 12 ഗ്രൂപ്പിലൊന്നും ഇട്ടിട്ടുണ്ട്, അല്ലാത്തോണ്ട് 13. ഞാൻ അറിയേയില്ല. ആ ശരിക്കും മിസ്സും കൂടെ ആ നോക്കിട്ട്. ഗ്രൂപ്പില് വേണ്ടീനു അല്ലേ? ആ എന്തിനാ വെറുതെ, എനിക്ക് മതി. ആകെ പിന്നെ കൂടി കലപ്പിലായിരുന്നു ഫോണ്, എനിക്ക്. അല്ല ഫോണ് താഴെ വെക്കാൻ സമയം കിട്ടില്ലെങ്കിൽ എല്ലാ ബാച്ചിലുള്ള ആൾക്കാരുടെയും പല പല ഡൗട്ടുകളാണ്. ഒരു ക്ലാസ് കഴിഞ്ഞിറങ്ങി വന്ന പാടെ അവര് പിന്നെ കുറെ വോയിസ് അയക്കും. ഇതെല്ലാം കേട്ട് തീർക്കണ്ടേ? ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ വേഗം വായിച്ചു തീർക്കാൻ പറ്റും. ഈ വോയിസ് ഞാൻ ടൂലൊക്കെ ഇട്ടിട്ടാ വോയിസ് കേൾക്കുക. കാരണം ഇത് അടുത്ത 3-4 വോയിസ് ഉണ്ടാവേ. അപ്പൊ അത് കണ്ടിട്ട് അടുത്ത റിപ്ലൈ ഉണ്ട്. ചിലതൊക്കെ വൈകി പോവും. പിന്നെ ആ രാത്രിയൊക്കെ ഇന്നലെ ഞാൻ ആരതൊക്കെയോ കണ്ടത്. ആ ഞാനൊരു വോയിസ് അയച്ച മിസ് കണ്ടില്ല. ഞാൻ പിന്നെ സബിതനോട് ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞ, കൊറേ മെസ്സേജ് അടിയിലായി പോവാ.
എങ്ങനെ ആ അതുകൊണ്ടാണ്. ഗ്രൂപ്പുകൾ കുട്ടികളെ മെസ്സേജും മറ്റതും എല്ലാം കൂടി എന്നിട്ട് ഞാൻ അൺറീഡ് എടുത്തിട്ട് പിന്നെ എപ്പോഴേലും ഫ്രീ കിട്ടുന്ന അനുസരിച്ച് ഫുള്ള് കേട്ട് തീർക്കാം. അപ്പൊ ചിലപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ആണ്. സമീറാംസേ, ഉം ക്യാമറ എന്താ എല്ലാരും ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? ക്യാമറ ഓഫ് മിസ്സേ ആണെന്ന് അറിഞ്ഞില്ല. ആ ഇവിടെ നിസ്കാരത്തിന്റെ സമയം. ആ ആ ആ. ഇവിടെ നിസ്കാരത്തിന്റെ സമയമാണ്. അത് ആകെ ശരി. തിരക്കാ ഇവിടെ. നമ്മുടെ സമയമല്ല, അതുമല്ല വെള്ളിയാഴ്ചയായി പോയി. ആ തീരെ പറ്റാത്തൊരു ആ ദിവസമാണ് വെള്ളിയാഴ്ച ഈ സമയം. നോക്കാം, നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ വേണമെങ്കിൽ നൈറ്റ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ ചോദിച്ചു നോക്കാം മിസ്സിന്റെ അടുത്ത് കേട്ടോ, ഓക്കെ മിസ്. 8 കിട്ടുമോന്ന്. ഇത് നമ്മള് മാത്ര ഇവരുണ്ടാ? ആരാളെ? മറ്റവരുണ്ടാ? മറ്റേ ക്ലാസ് കുട്ടിയില്ലല്ലോ, നമ്മള് ഇല്ല ഇല്ല മാത്രേ ഇല്ല, ഉള്ളൂ. നമ്മള് മാത്രല്ലേ ഉണ്ടാവുള്ളൂ. ഉം. അല്ല അവര് അന്ന് സമീറ മിസ് പറഞ്ഞിരുന്നു. ക്ലാസ് കണ്ടില്ലേ? എന്ത്? ആര്യ മിസ്സിന്റേത് ആര്യ മിസ് ആയിരിക്കും റിവിഷൻ. ആ അല്ല, മിസ്സിന്റെ ആര്യ മിസ്സിന്റെ നീതു മിസ് കൊടുക്ക അവരങ്ങനെ പറഞ്ഞിരുന്നു. ഞങ്ങളെ മിസ്സിന് തന്നെ കിട്ടുമെന്ന് വെച്ചിരുന്നു മീറ്റിംഗിന്റെ അന്ന്. ആ ആ മിസ്സിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഇരിക്കുവാണ് ആര്യ മിസ്, അതുകൊണ്ടാണോന്ന് അറിയില്ല. ഉം. വയ്യായിരുന്നു. ഉം, ഉം. ഏ അപ്പൊ ഇനി ഉണ്ടല്ലേ ആരൊക്കെയാ കയറാനുള്ള നമുക്ക് ഇനി ശ്രീദേവി മിസ്സേ ഉള്ളൂ അല്ലേ? ആ ആ ഇനി സബിത ശ്രീദേവി. മിസ് നല്ല തിരക്കായി തോന്നുന്നുണ്ട്. സബിത മിസ്സിന് ഇപ്പൊ മെസ്സേജ് അയച്ചാൽ മര്യാദക്ക് കിട്ടലില്ല. ഇതുപോലെ തന്നെ. ക്ലാസ് ഒക്കെ ആയില്ലേ, തിരക്കായി പോയിണ്ടാവോ? ഉം. മിസ് തുടങ്ങിയോ സമീറ മിസ്? ഇല്ല, കുട്ടിക്ക് സുഖമില്ല, ആ അതുകൊണ്ട് തുടങ്ങാൻ തുടങ്ങിയില്ല. പറ്റിയില്ല. ആ ആ ഇന്നൊന്ന് ചോദിച്ചു നോക്കണം. ഇപ്പൊ 2 ദിവസമായി പറഞ്ഞിട്ട്. ആ ശരി. പറ്റുന്നത് വേഗം വേഗം അല്ല മെല്ലെ സ്റ്റാർട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആവേ. ഗുണം എന്താ വെച്ചാൽ ഉം. എക്സാം ആകുമ്പത്തേക്ക് ഒന്ന് പൊടി തട്ടി എടുക്കുകയും ചെയ്യാന്നൂടി. അതെ, അതാണ്. എക്സാം നമുക്കൊന്ന് ഈ ആകുമ്പോത്തിന് ഇത് ഫോർമുലയും കഴിഞ്ഞാലല്ലേ. സാധനങ്ങളൊക്കെ എടുക്കും. എന്തോ? എക്സാം ആകുമ്പോത്തിന് ഇത് കഴിഞ്ഞിട്ടിയ സമാധാനാണ് അറിയാ. അതെ. അപ്പൊ ഒന്ന് പൊടി തട്ടി കിട്ടുകയും ചെയ്യും ആ ഫോർമുലയും കാര്യങ്ങളും ഒക്കെ. നമ്മൾ ആ എവിടെയെങ്കിലൊക്കെ ഒന്ന് ആ, മറന്നു വേണ്ടി നമ്മൾ പഠിപ്പിക്കുക ഒന്നുകൂടെ ശ്രദ്ധിക്കുമല്ലോ. ആ ആ. ഇപ്പൊ ഉം. 2 രീതിയിലും ഗുണമാണ്. നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അല്ല മീൻസ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് കുറച്ച് വികൃതിയും അടങ്ങിയിരിക്കാത്തൊക്കെ കുട്ടികളെ കിട്ടട്ടെ, അപ്പോഴാകുമ്പോൾ നല്ലോണം പഠിക്കുക. മിസ്സിന്റെ പ്രാർത്ഥന എനിക്കറിയുന്ന നോക്കി. കുട്ടിക്ക് ഏകദേശം അല്ല, അറിയാം. അപ്പോഴാണ് നമ്മൾ നന്നാവുക, നമുക്കാണ് മെച്ചം. അത് കാരണം അങ്ങനെയുള്ള കുട്ടികളെ മര്യാദയ്ക്ക് ഒന്ന് ഇരുത്തി അറിയോ. നന്നായി പഠിക്കുന്ന ഒരു പേര് ഇപ്പൊ എന്റെ മോള് നന്നായി പഠിക്കുന്ന ചോദിച്ചോ, എനിക്കറിയാം എന്റെ കുട്ടി വേഗം വേഗം പഠിക്കുന്നു. മിസ് 101% എഫേർട്ട് ഇട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചത് എന്റെ മോള് പഠിക്കല്ലോ, അതുകൊണ്ട് എന്നോട് വേഗം ക്യാച്ച് ചെയ്യുന്നുള്ളൊരു മനോഭാവമേ ഉണ്ടാവുള്ളൂ പാരന്റ്സിനെ സംബന്ധിച്ച്. കുറച്ചൊരു ബാക്കാണ് അല്ലെങ്കിൽ കുറച്ചൊരു കുരുത്തക്കേടൊക്കെയുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ ഒരു നാക്കിനൊക്കെ അങ്ങ് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ആകുമ്പോ എന്ന് വെച്ചാൽ അത് ആ ഭയങ്കരമായിരിക്കും. കാരണം അ- അവർക്ക് അതെ. ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമ്മളെടുത്ത് അങ്ങനെ ഇരിക്കുന്നില്ല, അടങ്ങുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാർ മിസ്സിന്റെ അടുത്ത് ഇരിക്കുക എന്ന് പറയുമ്പോഴേ അവർക്ക് ഭയങ്കര ഉം. സന്തോഷമുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വീട്ടിലെ കിട്ടുമ്പോൾ നമ്മളും കുറെ കാര്യങ്ങൾ പുതിയ ചിന്തിക്കും. എങ്ങനെ നാളെ അവനെ നേരെ ഇരുത്താം, അല്ലെ എന്തൊക്കെ കൊടുക്കുക, ഒന്നുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് ഇരുത്താനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി സെറ്റ് ആവുക. നമ്മൾ നേരെ ബുക്ക് എടുത്തിട്ട് ഫുള്ള് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നതാ. കാരണം ചിലപ്പോൾ നമുക്ക് പോർഷനൊക്കെ തീരേണ്ട സമയമൊക്കെ ആവുന്ന സമയത്ത് കൂടുതൽ ആക്ടിവിറ്റി ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റുണ്ടാവില്ല. പക്ഷെ വർക്ക് തന്നെ 2 3 പേജൊക്കെ പോകുമ്പോഴത്തേക്ക് പിന്നെ ഒരു മടുക്കും, പിന്നെ കുട്ടിക്ക് ഒരു വലിയൂല വർക്ക് ചെയ്യാൻ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുമ്പോഴേ പിന്നെ ഓരോന്ന് റെഡി ആവുള്ളൂ. അപ്പൊ ആ കണ്ടിന്യൂസ് ആയി കൊടുക്കുമ്പോഴേ അവർക്ക് ഭയങ്കര മടിയാവും. ഒന്നാമത് ഈ കണക്കല്ലേ, ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല മക്കൾക്ക്. വളരെ കുറച്ച് ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ വേഗം വേഗം ചെയ്തു പോകുന്ന കുട്ടികൾ. അപ്പൊ അവരാകുമ്പോ പിന്നെ കുഴപ്പമില്ല. നിങ്ങക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ തന്നെയാ അല്ലെങ്കിൽ പുറത്തുള്ള കുട്ടികളാണോ? പുറത്തുള്ള ഒരു ഫസ്റ്റ് ലെവല് കഴിഞ്ഞ കുട്ടീനെ എനിക്ക് കിട്ടിയിരുന്നത്. ആ ആ എനിക്ക് കിട്ടിയ എവിടുന്നാന്ന് സെക്കൻഡ് അറിയില്ല. സെക്കൻഡ് 2 ലെവല് ലെവൽ. കഴിഞ്ഞിട്ടുണ്ട്. എന്താ പേര് മിസ്സേ? ആരാ? എന്റെ ആ എന്താണ്, ഞാൻ മറന്നുപോയി. എന്തോ ഒരു ഷംല പേര്. മിസ്സിന്റെയോ? ഇഷ ഇഷ മെഹറിൻ എടക്കരയുള്ള. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ട്ടോ. ഞാൻ ആ ഇതിൽ സേവ് ഇഷ ചെയ്തു. ആ മെഹറിൻ. കുട്ടീന്റെ ഉമ്മാന്റെ പിന്നെ താത്ത ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിട്ടിയതാണ് ഈ കുട്ടീനെ തോന്നുന്നുണ്ട്. കിട്ടിയത്. ഓല് ആ അങ്ങനെ ആ സെറ്റാക്കിയാ തോന്നുന്നുണ്ട്. ശരി. ആ എന്റെ താത്ത ഇതില് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരാണ് വിളിച്ചത് എന്ന് പറഞ്ഞു എന്നോട്. ആ എന്തായാലും നന്നായിട്ട് പോട്ടെ ക്ലാസ് ഒക്കെ. ആ വേഗം വേഗം പ്ലേസ്മെന്റ് ഒക്കെ കിട്ടട്ടെ. ഇനിയും ടീച്ചേഴ്സിനെ ആ എടുക്കുന്നുണ്ട്. മിയ എന്നാ കുട്ടീന്റെ പേര്. മിയ, എനിക്ക് ഓർമ്മയില്ല. വേറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നല്ലോ പക്ഷെ സുമയ്യ മിസ്സും. 8 വയസ്സാട്ടോ, ചെറിയ കുട്ടി. ആ ആ കുറെ പേര് നമ്പർ പുറത്തുനിന്നുള്ളവരുണ്ട് മറ്റേ ഇതില് ബാച്ചില്.
അബാക്കസ് എടുക്കണ നീതു മിസ്സും ആര്യ മിസ്സും പിന്നെ ഏത് മിസ്സിനുള്ളത്? നേരത്തെ ഒരു സുമയ്യ മിസ് ഉണ്ടായിരുന്നു. ആ ആര്യ സുമയ്യ. മിസ് സ്റ്റുഡൻസിന് എടുക്കുന്നില്ല. ആര്യ മിസ് TTC-കാർക്ക് മാത്രം എടുക്കുന്നത്. സ്റ്റുഡൻസിന് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. സുമയ്യ മിസ് ഉണ്ടായിരുന്നു. ഇപ്പൊ സബിത മിസ് ഉണ്ട്. ഇപ്പൊ വേറെ ഏതൊരു മിസ്സും കൂടെ വന്നിട്ടുണ്ട് തന്നെ. ഉം, ഉം. നമ്മുടെ ബാച്ചിൽ നിന്ന് എടുത്തതാ? നമ്മുടെ ഈ നമ്മുടെ ബാച്ചല്ല, TTC തന്നെയാന്ന് തോന്നുന്നു. അബാക്കസിന്ന് വന്ന നമ്മുടെ അബാക്കസിന്ന് TTC-ന്ന് വന്ന ആൾ തന്നെയാ. പക്ഷെ ഓൾറെഡി കുറച്ച് ലെവലിൽ പഠിച്ച് ചെയ്ത ഒരാളായിരുന്നു ഇപ്പൊ ഉള്ളത്. ഇപ്പൊ പുതിയതായിട്ട് എടുത്ത കേട്ടോ. ഇപ്പൊ നിലവിൽ എന്റെ അറിവില് ഈ 4 ആൾക്കാരാണ് ഉള്ളത്. വേറെ ആരും ഉണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയില്ല കേട്ടോ. അമ്മ ഒന്നും ചോദിക്കാൻ പോയില്ല. എനിക്ക് ഇഷ്ടംപോലെ പണി വേറെ തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒഴിവില്ല അല്ലേ? ആ അല്ല, കൊറേ ഓരോരോ വർക്ക് ഉണ്ടാവല്ലോ. അപ്പൊ ഇങ്ങനെയായിട്ട് പ്രാക്ടീസ് അതും ഇതും ഇതൊക്കെ നമ്മൾ വിട്ടുപോ മിസ്സേ, എല്ലാത്തിലേക്ക് എത്തൂല. അതാ ഞങ്ങളോട് മറന്നു പോകും. പിന്നെ ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ അയ്യോ അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ എന്ന് ഓർമ്മ വരും. 2 മാസമായിട്ട് നിങ്ങൾക്കൊന്നും ഒരു മാറ്റം ഇല്ലല്ലോ. സമീറ മിസ് കുറച്ച് ആർക്ക്? തടിച്ച സംശയമുണ്ട്. അതെയാ? ഏ, എനിക്ക് വയ്യ, വെറുതെ പറഞ്ഞതാ. പറയരുത്. മെലിഞ്ഞെന്ന് പറയുമ്പോ കേൾക്കാൻ സന്തോഷല്ലേ? ഉം. എനിക്ക് കേൾക്കുമ്പോ ഭയങ്കര ഇപ്പൊ ബുക്കില് എന്തൊക്കെയാണ് ഇനിയിപ്പോ നമുക്ക് ഫസ്റ്റ് വരുന്നത്, എക്സാമിന് വരുന്നത് വിത്ത് അബാക്കസും വിത്തൗട്ട് അബാക്കസ് ഉണ്ടാവും. വിത്ത് അബാക്കസില് ഇടയ്ക്ക് നെഗറ്റീവ് സം ഉണ്ടാവും. കുറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, കാരണം നെഗറ്റീവ് സം നമ്മുടെ സിലബസിൽ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് സം ഒരുപാട് ഇടുന്നില്ല. 1-2 ക്വസ്റ്റ്യൻ ഉൾപ്പെടുകയുള്ളൂ. അപ്പൊ 10 ക്വസ്റ്റ്യൻ വിത്ത് അബാക്കസും 10 ക്വസ്റ്റ്യൻ വിത്തൗട്ട് അബാക്കസ് ഉണ്ടാവും. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ ഡെസിമൽസ്, ഡിവിഷൻ, ഇത്രയാണ് നമുക്ക് വരിക. മിസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു എന്താണ് റിവിഷന്റെ ടൈമിൽ ചെയ്തു നോക്കായിരുന്നു. ഞാനിപ്പോ മോഡലിന് തരും ക്വസ്റ്റ്യൻസ് ഓരോ വീക്കിലും. ഒന്നും അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരും. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പറ്റുകയാണെങ്കിൽ നല്ല കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻ എങ്കിലും മുഴുവനൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നിങ്ങൾക്ക് ക്ലാസ്സും വർക്കും എല്ലാം കൂടി ആകുമ്പോൾ നടക്കുമെന്നറിയില്ല. പക്ഷെ ഡെയിലി എന്ത് നിങ്ങൾ തന്നെ ഒരു ഇനീഷ്യേറ്റ് എടുത്തിട്ട് ഒരു കുറച്ച് സമയം ഇരിക്കുക. അത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം, ഏതെങ്കിലും ഒരു ടൈം ഇരുന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇപ്പൊ വിത്തിൽ ഇത്ര, വിത്തൗട്ട് ഇത്ര, അങ്ങനെ നിങ്ങൾ ചെയ്യുക. ക്വസ്റ്റ്യൻസ് മാക്സിമം ഞാൻ അയച്ചുതരാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ രൂപത്തിൽ, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്ന രീതിയിൽ അങ്ങനത്തെയും കുറച്ചെണ്ണം അയച്ചുതരാം. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് വീക്ക് അല്ല നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞിരിക്കുന്നേ, അതുവരെ അതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഒരാഴ്ച ഞാൻ തരും, മോഡൽ ക്വസ്റ്റ്യൻ. അതേപോലെ നെക്സ്റ്റ് വീക്കും ഇതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനും ചേരും. പിന്നെ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 3ാമത്തെ ക്ലാസ് പറഞ്ഞാൽ മോഡൽ എക്സാം ആണ്. മോഡൽ ക്വസ്റ്റ്യൻ അല്ല, മോഡൽ എക്സാം ആണ്. അത് കഴിഞ്ഞ് ജാനുവരി 10th അല്ലേ നിങ്ങളടുത്ത് ഡേറ്റ് പറഞ്ഞേ? 10th-ഓ 12th-ഓ അറിയില്ല, 10th ആണെന്ന് തോന്നുന്നു. 10th. ഓക്കെ, 10th-ന് നമ്മളെ ഫൈനൽ എക്സാം ആയിരിക്കും. എങ്ങനെയൊക്കെയാണ് ഡേറ്റ് പറഞ്ഞത്? 10th-ന് ഫൈനൽ എക്സാം. പിന്നെ പിന്നെ ഇനിയിപ്പോ ഇന്നൊരു ക്ലാസ് കഴിഞ്ഞു, അടുത്തൊരു ക്ലാസ് വരുന്നുണ്ട്. അത് ഡേറ്റ് കൺഫേം ആയിട്ടില്ല, നിങ്ങളെ നേരത്തെ അറിയിക്കും. അപ്പൊ ഓൾറെഡി തന്ന ഡേയിൽ ഒരു വേറൊരു ക്ലാസ്സിന്റെ ഉള്ളതുകൊണ്ട് ലിങ്ക് ചിലപ്പോൾ ഒരു ഇഷ്യൂ വരും. അപ്പൊ ഞാൻ നോക്കുന്നത് ആ ഡേ തന്നെ നെക്സ്റ്റ് ഫ്രൈഡേ ഈവനിങ് തരാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. നൈറ്റ് നമ്മൾ 7 to 8 ടൈം ഉണ്ടായിരുന്നല്ലോ സാധാരണ ക്ലാസ് പോകുന്ന സമയം. ആ ഒരു ടൈമിൽ ലിങ്ക് കിട്ടും, കാരണം വേറെ ക്ലാസ് ഉണ്ടെങ്കിലേ നടക്കൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, നിന്നെ മാനേജർ അടുത്ത് ചോദിച്ചിട്ട് ഒന്ന് ഇൻഫോം ചെയ്യാം. അപ്പൊ അവര് നിങ്ങളെ ഗ്രൂപ്പിൽ ഈ ടൈം എക്സാം ആയാലാ ഭയങ്കര പേടി. ഈ സമയത്താണ് എക്സാം എന്ന് പറഞ്ഞത്. 2 to 3. എക്സാം 2 to 3 പറഞ്ഞ് എക്സാമിന്റെ ടൈം. ഇങ്ങനെ ലീവുള്ള ദിവസം പിന്നെയും കുഴപ്പമില്ല. ഇന്ന് പറ്റൂല, വെള്ളിയാഴ്ച തീരെ നടക്കൂല കേട്ടോ. അത് അന്ന് എന്തോ സെക്കൻഡ് സാറ്റർഡേ ഒക്കെയാണ് തോന്നുന്നുണ്ടല്ലേ, 10ാം തീയതി. സാറ്റർഡേ അല്ലേ? അതെ അതെ. അതുകൊണ്ട് പിന്നെ കുട്ടികൾ ഉണ്ടാവുമായിരിക്കും ഇവിടെ, അപ്പം പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് നല്ല കുട്ടികൾ സാറ്റർഡേ ഒക്കെ എന്തായാലും കുട്ടികൾക്ക് ലീവാണ്. അപ്പൊ ഈ ചെറുതിനെ നോക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അതാണ് പ്രശ്നം. ഞാൻ ചോദിച്ചു സവിതാ ക്ലാസ്സിലാവുമ്പോ നമുക്ക് മിസ്സിനും അതാണ് പ്രശ്നമില്ല. പ്രശ്നം. ആരെങ്കിലും ഉള്ള മീൻസ് അഥവാ നിങ്ങൾക്ക് വീട്ടിൽ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടിലെങ്കിലും ഒരു ദിവസം പോയി താമസിക്കിട്ടോ. എക്സാം അല്ലേ? അല്ല, എനിക്ക് അതും പറ്റൂലേ. അല്ല അത് ശരിയാ. മിസ്സിന് അതുപോലെ സവിതാ മിസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. എവിടെ, കാരണം മക്കൾ എന്താ പറയുക, നമ്മൾ എക്സാമിന്റെ ഇടയ്ക്ക് നമ്മള് 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആണ് കാര്യം, നമുക്ക് ആ ഒരു ടെൻഷനില് ബാക്കിയുള്ള നമ്മള് ക്ലാസ്സിനെ പോലെ അല്ലല്ലോ. അല്ലല്ലോ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മള് ചെയ്തതും പഠിച്ചൊക്കെ വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഫുള്ളി ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ഒരു 13 പിന്നെ സിറ്റുവേഷൻ. 15 ആണ് അടുത്ത ഞങ്ങളെ വേറെ എക്സാം വരുന്നത്. ആ അത് രണ്ടും ക്ലാസ്സുള്ള സമയത്ത് അത് മക്കൾക്ക് എക്സാം ആണ്. ആ പിന്നെ ഒരു അവർക്ക് കാര്യമുണ്ട്, നമ്മളെ എക്സാം മെയിൻ ആണെങ്കിൽ എനിക്ക് സബ്ജക്ട് ഇതാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ അപ്പൊ അവരെ ഇതിലെ മാർക്ക് പഠിപ്പിക്കൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർട്ടിഫിക്കറ്റിൽ ഒരു കാര്യമായി മാർക്കാ. മറ്റേത് നമ്മുടെ സബ്ജക്റ്റ് അല്ല എന്നല്ല,
പക്ഷെ നമ്മുടെ ഒരു കോഴ്സ് ഇതായതുകൊണ്ട് ഇതിന്റെ ഒരു എക്സാം ഇതിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കുറച്ചുകൂടെ പ്രയോറിറ്റി ഉള്ളതാ. ഇതിപ്പോ അപ്പോ 1 മണിക്കൂർ ഉണ്ടല്ലോ മിസ് ഞങ്ങക്ക്. ആ 1 മണിക്കൂറുണ്ട്, ടൈം 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്, ടൈം ഉണ്ട്. ക്വസ്റ്റ്യനും അതുപോലെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ ടൈമറിലോട്ട് പോകുമ്പോഴാണ് ക്വസ്റ്റ്യൻ കുറച്ച് ലൂസാക്കിയൊക്കെ തരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 1 hour ടൈം ഉള്ളത് കൊണ്ട് നന്നായിട്ട് ചെയ്യാനുള്ള സമയമൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. 1 മണിക്കൂറാണ് ടൈം പറഞ്ഞിട്ടുള്ളത്. 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം എടുക്കുക, എക്സാമിന്റെ നെറ്റ്വർക്ക് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. മുമ്പ് എക്സാം എടുത്തിരുന്ന പോലെ നമ്മ ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് മിസ്സിന് സെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെയാണോ? അതിന്റെ വാല്യുവേഷന്റെ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതൊക്കെ അവരാണ്. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടെ എക്സാം നടത്തുക, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ച് എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക, മാർക്ക് ലിസ്റ്റ് കൊടുക്കുക, അതാണ് പരിപാടി. എക്സാം നടത്തല് മിസ്സാണോ? എക്സാം നടത്തൽ അവരാണ്, ഞാൻ ഉണ്ടാവും, അവര് ലൈവിൽ ഉണ്ടാവും. ആ മറ്റേതെല്ലാം ഡിപ്പാർട്ട്മെന്റ് അവരാ, നമ്മൾ ആ ക്ലാസ് ടൈമിൽ ഉണ്ടാവുന്നേ ഉള്ളൂ. ജസ്റ്റ് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ തരാനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളവിടെ അവൈലബിൾ ആയിരിക്കണം, അത്രേ ഉള്ളൂ. സിമ്പിള് അങ്ങനെ ക്വസ്റ്റ്യൻ 1 വർഷായില്ലേ. എന്തോ അതെ, ഒരു വർഷമായി, ഒരു മറ്റേ വർഷം ഗൾഫിൽ എത്ര നിന്ന് കൊണ്ടുവന്ന പെട്ടെന്ന്. മുട്ടായും കാരക്കൊക്കെ അയച്ചു തരാൻ ആലോചിക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടെ. അയ്യോ എനിക്ക് വയ്യ. സിമ്പിൾ ആ മിസ്സേ, അത്ര വലിയ ടഫ് ഒന്നും ഇല്ല. ഒന്നിനും അതിനാണ് ടൈപ്പ് ഞാൻ അതിന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് തരും, അതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ആ ഒരു പാറ്റേണിലേ ഉള്ളൂ നിങ്ങൾക്ക് തരാൻ. നമുക്ക് പുറത്തുനിന്ന് PSC പോലെ പുറത്തുനിന്ന് വലിയ ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. പിന്നെ ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഒന്നും തരാൻ അതുമില്ല. കണക്കല്ലേ ഇതാകെപ്പാടെ, ഇതിന്റെ ഈ ഫോർമുല തിരിച്ചും മറിച്ചും ചെയ്യാൻ മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഫോർമുലയൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഫോർമുലയൊക്കെ ആ, അറിയാം. എഴുതാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാവുമോ? എന്ത്? ഇപ്പൊ എഴുതാൻ പറഞ്ഞ ചോദിക്കരുത്. ഓർമ്മ ഉണ്ടാവുമെന്ന്. ഇല്ല ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. അതാ പറഞ്ഞ, ചെയ്യാൻ ചെയ്യാൻ അറിയാം. പറ്റും, ചെയ്യാൻ അറിയാം, എഴുതാൻ പറഞ്ഞൊന്നും ഓർമ്മയില്ല. എഴുതാനൊന്നും പറയരുത്. ഓക്കെ. അപ്പോ വിത്ത് വിത്തൗട്ട് എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ? ഏതെങ്കിലും ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ച് എന്തേണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ആദ്യം. അതാദ്യം ചെയ്യാം, വാ. അതെ, എല്ലാം റഫ് ബുക്ക് എടുക്കുക, കാരണം കുറെ ഡൗട്ട് വെച്ചിരിക്കല്ലേ, കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോ ഒന്ന് ചടകുടഞ്ഞ് പുറത്തിറങ്ങും. സ്പീഡൊന്നും ഉണ്ടാവില്ല കേട്ടോ പഴയ. ഓക്കെ. 1 മണിക്കൂർ ഉണ്ടല്ലോ എക്സാമിന്, അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. ഒരു 10 വരെ നമ്പർ ഇട്ടോളൂ. ചെയ്തില്ലേ? ഫസ്റ്റ് 2 ഡിജിറ്റ്സിന്റെ 8 നമ്പേഴ്സ്, 2 ഡിജിറ്റ് 8 റോസ് ആണ് ക്വസ്റ്റ്യൻസ്. റൂളൊക്കെ എടുത്തോളി. 81 ആഡ് 59, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഒക്കെ ഉണ്ടേ, കുട്ടികളെ പഠിപ്പിക്കുമ്പോ മറന്നു ഇല്ലെങ്കിൽ. 59. ആ ഇതിൽ 9 ഇല്ലല്ലോ ടീച്ചറേ എന്ന് ചോദിക്കും ഇപ്പോ. ആഡ് 96 ശ്രീദേവിസിന് എന്ത് പറ്റിയാവോ? ആഡ് 67 ആഡ് 32 ആഡ് 14 14 ആണേ. ആഡ് 48. മിസ്സേ ക്ലാസ്സിൽ എന്ത് പറ്റി? എന്നാ വേഗം കയറിക്കേ. തുടങ്ങിയല്ലോ, കയറി. 48 ആഡ് 37 കഴിഞ്ഞു. ആൻസർ ചെയ്തപ്പോളേ. ഓരോ ആൾക്കാർ കിട്ടിയ ആൻസർ ഒന്ന് പറയൂ. അഫ്സാന മിസ്സും തുടങ്ങട്ടെ. 474 എനിക്ക് കിട്ടിയത്. ശരിയാണോ? ഓക്കെ. ഷംല മിസ്സോ?
എനിക്ക് അതിനെ കിട്ടിയത് 434. അവിടെ 474 പറഞ്ഞ് എവിടെ അഫ്സാന ഓളോ? മിസ്. ഞാൻ എനിക്ക് 434 കിട്ടിയേ. ആ ശരി. സമീറ മിസ്സിനോ? ഞാൻ പറയില്ല, ഞാൻ ഇതിലും വലിയൊരു എമൗണ്ട് കിട്ടിയിരുന്നത്. ഇങ്ങോട്ട് പറയുന്നേ. 900 കിട്ടി. ഓക്കെ. അതെങ്ങനായതാവും. സബിത മിസ്സിനോ? 434. ഷെറി മിസ്സിനോ? ഷെറി മിസ്സേ ബിരിയാണിക്ക് ദമ്മിടാൻ പോയി തോന്നുന്നു. ഇതാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെക്കാൻ പറഞ്ഞവിടെ. 434 ആണ്. അവിടെ ഞാൻ ഉണ്ട് അല്ലേ പറയുന്നുണ്ട്, പക്ഷെ മ്യൂട്ടായി പോയത് അറിയില്ല. മൈക്കാ. ഓക്കെ. ശ്രീദേവി മിസ്സേ ഒരു ഡിക്റ്റേഷൻ എടുത്തത് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ 434 ആൻസർ. ഇതെന്തിനാ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഓർമ്മയുണ്ടോ എവിടെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുതൽ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 86 മൈനസ് 52 ആഡ് 15 ആണ്. ആഡ് 49 മൈനസ് 73 add 66 minus 71 add 89. ആൻസർ കിട്ടിയില്ലേ? എത്രയാ ശ്രീദേവി മിസ്സേ? 109. 109 ആണ് ആൻസർ. കിട്ടിയോ ആ, എല്ലാവർക്കും? ഉം. ആ, തെറ്റിയൊരു കൈബുക്ക്. എനിക്ക് കിട്ടിയില്ല ക്ലാസ് മിസ്സേ. എനിക്കും കിട്ടിയില്ല. ഇല്ല. ഇല്ല. ഓക്കെ, അതെനിക്ക് കിട്ടി. 109 ആയിരുന്നു ആൻസർ. ആ, അടുത്ത ക്വസ്റ്റ്യൻ തരാം, ഒന്നുകൂടെ നോക്കണേ. എന്ത് ഷംല മിസ്സേ? ഞാൻ കേട്ടില്ല. അല്ല, ഞാൻ അവിടെ ചോദിച്ചേ. ആ, ഇവിടെ ആരോ നെക്സ്റ്റ് 58 add 41 add 17 ആണ്. ആഡ് 17 add 24 add 65 add 29 add 73 add 46. എത്രയാണ് മിസ് ലാസ്റ്റ് പറഞ്ഞത്? 46. ഓക്കെ, ആൻസർ എത്രയാ? 353 ആണോ? ആ, 353 ആണ് 53. ആൻസർ. ശരിയായോ? ആ 43. ആ, ഒന്നേടെ കൊണ്ട കളഞ്ഞില്ലേ? ആ, ശ്രദ്ധിക്കണേ മിസ്സേ. ശരിയായിട്ട് ചെയ്തിട്ട് എന്തായാലും ലാസ്റ്റ് കൊണ്ട് കളഞ്ഞാ പോയില്ലേ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തരാം. 15 ആണ്. 88 minus 39 add 62
minus 51, add 74, minus 18, 18 ആണേ, add 69. Okay. തെറ്റിയിട്ടുണ്ട് 200 തോന്നുന്നു. 200 ആ? 240 ആണ്. 200 മിസ്സേ, 200. ആണ്. 200 ആണ് ആൻസർ. അടുത്ത നമ്പറിലൊക്കെ എത്തുന്നുണ്ട് അല്ലേ? ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോന്ന്. ഓക്കെ, ഒരു വർഷം കൂടെ. 84, ഞാൻ സ്ലോയിൽ തരുന്ന നിങ്ങക്ക് തിരക്കാണ്ടാ, തെറ്റിപ്പോണ്ടാന്ന് കരുതിട്ടാ. ആഡ് 97, add 53, add 15, 15 ആണേ, add 62, add 16, 16 ആ, add 79, add 56. ആൻസർ 462 എനിക്ക് കിട്ടി. അതാണ് ആൻസർ. ആൻസർ ഒരു പുറത്തേക്ക് നോക്കുക, തെറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് കേക്കണ്ടാന്ന്. 462 കറക്റ്റ് ആൻസർ ആണ്. എന്തൊക്കെ കാണണം ദൈവമേ. കിട്ടിയ ദിവസം എല്ലാവർക്കും എനിക്ക് അത്രയല്ലേ കിട്ടിയേ? 468 കിട്ടിയേ. 68. സിതേ മിസ്സിനോ? 65. അപ്പൊ ചെറിയ മിസ്റ്റേക്ക്, അത് അശ്രദ്ധ കൊണ്ട് എവിടേക്കോ തെറ്റിക്കുന്നേ. സവിത മിസ്സേ? ഓക്കെ മിസ്. ഷെറി മിസ്സിനാ? അതെനിക്ക് കിട്ടിയ മിസ്സേ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു 5 ക്വസ്റ്റ്യൻ തരാം. 77, 58, minus 59, add 76. ലെഫ്റ്റ് ഹാൻഡ് ഒക്കെ കൊണ്ടുപോയിട്ട് താടിക്ക് കുത്തിച്ചേക്ക്. ഇതാണ് കുട്ടികളൊക്കെ എന്ത് കരുതും. 60 76, minus 19. 19 ആണോ മിസ്സേ? മിസ്സേ. കിട്ടിയില്ലേ മിസ്സേ? ആൻസർ എത്രയാ? സിമ്പിളാ. 133. 130. 31. ആ 31 ഒന്ന് അല്ലേ? 133 ആണ് ആൻസർ. 1 കിട്ടിയ ആൾക്ക് 2 കുറവാണേ. അപ്പൊ കുഴപ്പമില്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്താൽ റെഡി ആവും മിസ്സേ. അടുത്തത് 17, 54, 37, minus 41, add 30. 30 ആണേ. 97 ആണ്. 99. കറക്റ്റ്. 97. 97. 97 ആണ് ആൻസർ.
പിന്നെ ഒരെണ്ണം 90. ശരിയൊക്കെ അടുത്ത് നിർബന്ധമായിട്ട് തെറ്റിക്കും. ഇപ്പൊ എല്ലാം ചെയ്തിട്ട് എല്ലാരും വെക്കില്ല, എല്ലാവർക്കും അറിയാം, അപ്പൊ കണ്ണു തെറ്റിപ്പോ. അതാ തേർഡ് ക്വസ്റ്റ്യൻ 47. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആ, 2 ഡിജിറ്റ് 5 rows ആണ്. -38 add 66 add 52 add 38. 165. 165. ഓക്കെ, അത് സിമ്പിൾ അല്ലേ, ഇത് തരണ്ട. എളുപ്പമുള്ള ചെയ്താൽ നിങ്ങൾ ഒരു മടിയും മറിയും. അടുത്തത് 564 -237 add 674. ആഡ് 674. 1001. മൂന്നാമത്തെ എത്രയാണ് പറഞ്ഞ മിസ്സേ? 674. മിസ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാവോ? 564 -237 add 674. കിട്ടിയോ അഫ്സാന മിസ്സേ? ഇല്ല മിസ്സേ. ആദ്യമേ എടുത്ത് മുൻകൂർ ആ ജാമ്യം പറഞ്ഞേക്കല്ലേ. ചെറിയ മിസ്സിനാ അത് ഇവിടുന്ന് ഇതാണ്ടേ ഒരു 1000 1000. അല്ലോ, എനിക്ക് 1000ന്റെ അടുത്ത് കിട്ടി. എനിക്ക് ആൻസർ കിട്ടിയ ആൻസർ പറയാം മിസ്സേ. 1461. ആ ഓക്കെ. കറക്റ്റ് ആണോ? ശ്രീദേവി മിസ്സിനാ 1001. 1001. 1001 ആണ് ആൻസർ. ശ്യാമല മിസ്സിനോ? എനിക്ക് തന്നെയാ കിട്ടിയത് 1001. ഓക്കെ. നെക്സ്റ്റ് പേജ്, സോറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 391. ശ്രീദേവി മിസ്സേ ലെഫ്റ്റ് ഹാൻഡ് ഒക്കെ ഉപയോഗിച്ചേ. -287 -287. add 765. പെൻസിൽ കൊണ്ടാണൊക്കെ തട്ടുന്നത്. ഇതൊക്കെ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എത്ര മിസ്സേ? 765. ലാസ്റ്റത്തെ 700 അതെ. അല്ലേ? കഴിഞ്ഞോ? എല്ലാരും ആൻസർ കിട്ടിയോ? 869. 869 ആണ് ആൻസർ. നെക്സ്റ്റ് 449. ഇനിയുണ്ടോ? 10 ആയാ? 10 ആയില്ലേ? ഇല്ല, എനിക്ക് 10 ഏതൊരു നമ്പർ ഞാൻ മിസ്സായി. ഇടയ്ക്ക് ഞാൻ മറ്റേ 2 ഡിജിറ്റിൽ 3 rows തന്നല്ലോ. അത് കുഴപ്പമില്ല, മിസ് പറഞ്ഞു. അതെ. 449 add 305 add 801. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയും മിസ്. 1555 ആൻസർ കിട്ടിയത്, അത് കറക്റ്റാ? അതെന്തിനാ ആൻസർ ആദ്യം വിളിച്ചു പറഞ്ഞേ? അടിക്കണോ ടീച്ചറേക്ക?
ബാക്കിയുള്ളവർ എങ്ങനെയൊക്കെയോ തുഴഞ്ഞു തുഴഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പത്തേക്ക് അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ആദ്യം കയറി ഉത്തരം പറയും. അതല്ല, അത് ഞാൻ കറക്റ്റ് ആണോ അതിൽ എല്ലാരും കൂടെ എന്തോ ചെയ്യട്ടെ, ലാസ്റ്റ് തെറ്റാണ് മിസ്സായി തെറ്റട്ടെ, പോയെന്ന് തോന്നി. അല്ല ശരിയാണ് ശരിയാട്ടെ വിചാരിച്ചു ഇങ്ങനെ വന്നതാ. ഇപ്പൊ ആൻസർ അതാണ് 1555. ഉം. എനിക്ക് ആ 59 കേട്ടോ? കിട്ടിയില്ലേ? 61 ആണ് കിട്ടിയത്. ഒരാൾക്ക് 59, അടുത്തയാൾക്ക് 61. എനിക്ക് കൂടുതലുള്ളതൊക്കെ 55 തിരിച്ചു ഒക്കെ. കൊടുത്തേക്ക്. എനിക്ക് ഓക്കെ, 1000 അടുത്ത ക്വസ്റ്റിന് 512 മൈനസ് 344 -300. ഉം, 44 ചെയ്തോ? അതെ. എത്രയുള്ളൂ? ആഡ് 884. ക്വസ്റ്റ്യൻ കിട്ടായിട്ട് വിഷമാണ്. അല്ല ഇപ്പൊ കഴിഞ്ഞ്. പിന്നെ ഷംല മിസ്സേ 1140 ഏ അത്രയാണോ? 11 ഞാൻ കേട്ടില്ല. 40 അല്ല. അല്ല. 1052 ആണ്. 1012. ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. 1052. ആ സമാധാനം. അഫ്സാന മിസ് ചിലപ്പോ ആൻസർ കറക്റ്റ് ആക്കി കിട്ടിയേ. നോക്കി എഴുതിയപ്പോ 5-ന് വരെ 1 എഴുതി പോയിട്ടുണ്ടാവാം. ഉറപ്പില്ല, ഒരു സാധ്യത. അല്ലെങ്കിൽ ചെയ്തപ്പോ എവിടെ തെറ്റിയിട്ടുണ്ട്. ഷെറി മിസ്സിന് കറക്റ്റാ? അല്ല സമീറ മിസ്സിന് കറക്റ്റാ? കറക്റ്റ് ആണ്, ഞാൻ സമീറ മിസ്സിനോ? മിണ്ടിയിട്ടില്ലേ? അതെ, ഞാൻ കറക്റ്റ് ഇനി മിണ്ടൂല. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ്. 562 ഫിഫ്ത് ചെയ്യാനൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ നിങ്ങൾ എന്താ പറയാ, വലിയ നമ്പർ വരുമ്പോ എവിടേക്കോ ചെറുതായിട്ട് തെറ്റി പോകുന്നുണ്ട്. 562 ആഡ് 511 മൈനസ് 435. 435. മിസ്സേ. സിക്സ് ത്രീ എയ്റ്റ് എനിക്ക് കിട്ടി. എനിക്ക് അതാ കിട്ടി 638. ഇതേ മിസ്സിനോ? 629. ആ തെറ്റാണല്ലേ മിസ്? അല്ല, ആണ് 638 മിസ്സേ. അടുത്തെത്തി, അതാ ഞാൻ പറഞ്ഞേ. ഒന്നും ആ കൂടെ നോക്കിയാല് കറക്റ്റ് തന്നെ പോകും. ഇടയ്ക്ക് ശരിയാവുന്നുണ്ട് മിസ്സിന്, ഇടയ്ക്ക് തെറ്റി പോകുന്നുണ്ട്. അപ്പൊ ചെയ്യാൻ അറിയാത്തവർക്ക് എല്ലാം തെറ്റും. എത്രയാണ് ആൻസർ? 638. എനിക്ക് 28 കിട്ടിയേ. കൂടുതലുള്ള കുറച്ച് മിസ്സിന് കൊടുത്താൽ രണ്ടും ബാലൻസ് ആവും. രണ്ടാളെ ആൻസർ ശരിയാവും. ഓക്കെ, അടുത്തത് 590. 590 മൈനസ് 564. ചെയ്തോ? അടുത്തത് 435. 400. ആഡ് 435. ഓ, ആൻസർ പറഞ്ഞോട്ടെ മിസ്? ഓ 461. ശരിയാ. എനിക്ക് അതായിട്ട്. എല്ലാവർക്കും ശരിയല്ലേ? ഭയങ്കര സിമ്പിളാ, ഒന്നുമില്ല അതിനകത്ത്, കാര്യമായിട്ട് വലിയ പണിയെടുക്കാനൊന്നുമില്ല. നെക്സ്റ്റ് 512 287 മൈനസ് 391. ആൻസർ പറയാമോ?
ഓ 408. 408 കറക്റ്റ്. അഫ്സാന മിസ്സിന് ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ, കിട്ടുന്നില്ലേ? കിട്ടിയിട്ടില്ല. ഈ ഏ ഇങ്ങനെ വരുമ്പോ ഒരു കൺഫ്യൂഷനാ. എങ്ങനെ അവിടെ വരുമ്പോ? മേലേന്ന് താഴോട്ട് വരുമ്പോഴാ? അല്ല, അപ്പുറത്തുനിന്ന് എടുക്കാൻ വരൂലേ ഇല്ലാത്തപ്പോ? നമ്മള് ഈ ഒന്നാകെ ഇതെങ്ങനെയാ? 512 എടുക്കുക ഫസ്റ്റ് നമ്മള്. 512 എടുത്തു. 12. ആ അടുത്തത് 287. ഒക്കെ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചെയ്യാ, വേറൊന്നും ഡൗട്ട് ഇല്ലേ? 207. ആ ഇപ്പൊ നമുക്ക് 799 കിട്ടിയില്ലേ? ആ ഇനി നമുക്ക് എന്ത് ചെയ്യണം? 391 മൈനസ് ചെയ്യണം. അപ്പൊ ആ 300 മൈനസ് ചെയ്യാനില്ല. അപ്പൊ എന്താ ചെയ്യാ? -500 ആഡ് 200. ആ അപ്പൊ അവിടെ 300 മൈനസ് ആയി. ഉം. ഇപ്പൊ 499 ആണോ കിട്ടിയിരിക്കുന്നത്? ഇനി നമുക്ക് എന്ത് ചെയ്യണം? 91 മൈനസ് ചെയ്യണം. അത് നേരിട്ട് മൈനസ് ചെയ്യല്ലേ? അതെ. അപ്പൊ എന്റെ എവിടെ പോയതാ? അപ്പൊ 408. ഇത്രേ ഉള്ളൂ. അടുത്തത് 562 ആഡ് 305 മൈനസ് 449. ആൻസർ എത്രയാ? 418. 418 എനിക്ക് കിട്ടി. 418. 418. 400. സബിത മിസ്സിന്റെ ഒരു അനക്കവും കേൾക്കുന്നു, ഞാൻ കേക്കായിട്ടാണോ? 418 ആണ് ആൻസർ. കറക്റ്റ് ഇതുവരെ കറക്റ്റ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തരാം. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു 5 ക്വസ്റ്റ്യൻ തരുള്ളൂ കേട്ടോ, 5 ശരിയാക്കണേ. 846 894 minus 632 add 842 ഇല്ല മിസ്, ഇടയ്ക്ക് വെച്ച് പോയി. okay minus 358. ഇത് ലാസ്റ്റാ? 368 ആണോ? minus 358. 58. ഒന്നുകൂടി അങ്ങനെ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ പറയാം. ആരാ കയറുന്നു? പറഞ്ഞോ മിസ്സേ. ബാക്കി എല്ലാരും ചെയ്തോ? ആ ആൻസർ പറയണ്ട. 846 add 894 ആ. minus 632 add 842 minus 358. കഴിഞ്ഞോ മിസ്സേ? എന്നാ ആൻസറും പറഞ്ഞേ. ശ്രീദേവി മിസ്സേ ആൻസർ പറയോ? 1502 ആണ്. തെറ്റാന്ന് തോന്നുന്നു. ചെറുതായിട്ട്. എത്ര അവസാനം മിസ്സേ? എനിക്കോ? ആ എനിക്ക് ലാസ്റ്റത്തെ സംഖ്യ കിട്ടിയിട്ടുള്ളൂ 98. പിന്നെ ഇങ്ങനെ നിക്ക എവിടത്തെ ശമല മിസ്സിന് എനിക്ക് പോയി. 1592 1592 ആണ് മിസ് ആൻസർ. ശ്രീദേവി മിസ് ഏകദേശം അടുത്തൊക്കെ എത്തി. 92. ആ ഓക്കെ. ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ തരും കേട്ടോ ഞാന്. അടുത്തത് 124
635 minus 523 add 536 ശ്രീദേവി മിസ്സിന്റെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. minus 452 മിസ് 52 3 2 ആൻസർ പറഞ്ഞോട്ടെ. ആ മിസ് പറഞ്ഞോ. 320 ആണ്. ആ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് 865 minus 254 മൈനസ് എത്ര പറഞ്ഞ? 254 add 213 add 254 minus 642 മൈനസ് 42 ആൻസർ എത്രയാ? 3 6 സമീറ മിസ്സേ? 436 കറക്റ്റ്, 436. ഇനി സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ വരും. 99 into 8 കേട്ടില്ല മിസ് ഒന്നുകൂടെ. 99 into 8 ഇൻറ്റു 8ഓ? ആ മൾട്ടിപ്ലിക്കേഷൻ അത് ഞാൻ കേട്ടില്ല. മറന്നുപോയോ? ഞാൻ വിചാരിച്ചു അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുമല്ലോ ഇത് എന്താന്നൊക്കെ. മൾട്ടിപ്ലൈ. ക്വസ്റ്റ്യൻ വേണേ എഴുതി വെച്ചോളൂ കേട്ടോ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ആ ആൻസർ കിട്ടിയോ? 72 72 792 അല്ലേ? 792 അല്ലേ? 772 എന്ന് പറഞ്ഞ പോലെ തോന്നി. 792 ആണേ. നെക്സ്റ്റ് 29 into 4 29 into 4 നെക്സ്റ്റ് 97. ആരുടെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. ആൻസർ പറഞ്ഞില്ല. അയ്യോ, 116 ഓക്കെ 116. നെക്സ്റ്റ് 97 into 7
97. Sir, 97 into 7. ചെറുമിസിന്റെ മൈക്ക് ഓഫ് ചെയ്യണേ. 349 3 6349 6349. ആ നിങ്ങൾ വലുതായി പോയല്ലോ. അത്രല്ലേ 69 ആണ് മിസ്സേ. 907 അല്ലേ 4 സംഖ്യ 97 into 7. ഞാൻ 907 ചെയ്തെന്നാ അയ്യോ, അങ്ങനെയാണ് എല്ലാരും കേട്ടെ. ഞാൻ കേട്ടെന്നാ 97 തെറ്റി കേട്ട്. ആ 97 into 279 അല്ലേ? വേറെ എവിടെയോ പോയി എന്ന് കഥ പറഞ്ഞിട്ട് ഇപ്പൊ വരിക 279 അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. 679 അല്ലേ? അല്ല, 679 അല്ല അല്ലേ? 679. 679 ആൻസർ. 679 ആണ്. സോറി, ഒരു സീറോ കണ്ടോ? പറയാൻ പറഞ്ഞു. അതാകെ തിരക്കാണ് മിസ് ഈ സമയത്ത്. മാക്സിമം ഞാൻ ഒഴിവാക്കാം. 2 ക്ലാസ് കൂടി അല്ലേ, ശ്രമിക്കാട്ടോ. ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആൻസർ പറഞ്ഞോണ്ടിരിക്കുന്നത്. മറ്റേ ഷൺമുഖിയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ. നെക്സ്റ്റ് 89 into 8. 7. ആൻസർ പറഞ്ഞോട്ടെ മിസ്സേ. ഓ 721 ആണ്. തെറ്റി. തെറ്റാ? 712 712 മിസ്സേ. അങ്ങോട്ടും അതന്നെ ഇങ്ങോട്ടും നമ്പർ മാറിപ്പോയി. അല്ല, അതല്ല, 712. ശ്രീദേവി മിസ്സിനോട് പറഞ്ഞ 721 മിസ്സിന് കിട്ടിയ 12 ആണെന്ന്. ആ നെക്സ്റ്റ് 80. ശ്യാമല മിസ്സെ കിട്ടുന്നുണ്ടോ? ഒരു അനക്കവും ഇല്ല. ഈ ചെറുതായിട്ടൊക്കെ തെറ്റുന്നുണ്ടെന്നാ. നെക്സ്റ്റ് 96 into 8. 768 768. 768 അല്ലേ? ഇനി നെക്സ്റ്റ് 3 ഡിജിറ്റ് into 1 ഡിജിറ്റ്. സമയം കഴിഞ്ഞ് എത്ര വേഗം 3 മണിയായേ. 268 into 4. 68 ആണോ? 268 into 4. 1072 ആണ് മിസ്. 1072 ആണ് ആൻസർ. ഒക്കെ എല്ലാരും ചെയ്തായിരുന്നോ? ആ നെക്സ്റ്റ് 589 into 3. 589 into 3. ആൻസർ പറഞ്ഞോട്ടെ മിസ്സേ. 1767 ആണ്. കറക്റ്റ്. ശ്രീദേവി മിസ് എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ പുലിയാണ് കേട്ടോ. അതെ, ഞാൻ പറയാൻ വരികയായിരുന്നു. അഡീഷൻ സബ്ട്രാക്ഷനിലൊക്കെ ചെറിയ പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അല്ല മൾട്ടിപ്ലിക്കേഷൻ മിസ്സേ, ആവുമ്പോ രണ്ടാമതൊന്നും ചെയ്തു വരുമ്പോ ചിലപ്പോ വേറെ ആയിരിക്കും കിട്ടണ. അതുകൊണ്ട് ചെയ്യാണ്ട് ഫസ്റ്റ് ആൻസർ തന്നെ കൂടെ പറയാല്ലേ. ആ ചക്ക വീണ് മയില് എത്തുന്നു.
369 into 4. മൈക്ക് ഓഫ് ചെയ്യണേ. ആൻസർ കിട്ടിയോ? അഫ്സാന മിസ്സാ പറയണ്ടേ. 1476 ആ കറക്റ്റ്. ആരാണ് അവിടുന്ന് അടി കൂടുന്നത്? 258 into 9. 258 into 9. എക്സാമിന് അന്ന് ഏതെങ്കിലും റൂമിൽ പോയി വാതിലടച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണേ എല്ലാരും. എനിക്ക് കിട്ടിയത് 2322 ആണ് അഫ്സാന മിസ്സിന് കിട്ടിയത്. അതന്നെ കിട്ടി. എല്ലാവർക്കും അതിന് ഇതന്നെ കിട്ടി. Yes, അപ്പൊ ശരിയാ. പിന്നെ ഇതിന്റെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ തരാല്ലേ? മിസ് തന്നാളെ. അതിന്റെ കൂടെ വിത്തൗട്ട് അബാക്കസിന് ഉണ്ട്. വിത്തൗട്ട് 2 ഡിജിറ്റും 1 ഡിജിറ്റും മിക്സും അങ്ങനെയൊക്കെ വരുന്നതാ വരുന്നേ. 3 ഡിജിറ്റിൽ വന്നാല് സെയിം നമ്പേഴ്സ് ഒക്കെ ആയിട്ട് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാ വരിക. എക്സാമിന് ഇങ്ങനത്തെ വരുള്ളൂ. അല്ലല്ലോ, നിങ്ങൾ 5 ഡിജിറ്റും 6 ഡിജിറ്റും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ചെയ്തില്ലേ 8ാമത്തെ ലെവലില്? അല്ല, ഇതേ മോഡലൊക്കെ തന്നെയല്ലേ വരുള്ളൂ. കൂട്ടാനും കുറയ്ക്കാനൊക്കെ തന്നെ. ഒരു ക്വസ്റ്റ്യനകത്ത് എല്ലാം കൂടി ഒന്നും വരില്ല കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തില്ലായിരുന്നോ? പ്ലസ് 2 നമ്പർ പ്ലസ് ചെയ്ത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഡിവൈഡ് ചെയ്യുന്ന അങ്ങനെ വരില്ല. ലാസ്റ്റ് അതെല്ലാം സെപ്പറേറ്റേ തരുള്ളൂ. ലെവൽ 8 ലെവൽ 8 അപ്പൊ അതുണ്ടാവില്ല. സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഏതാണ്ട് ഡിജിറ്റ് കുറച്ചുകൂടെ ഒത്തിരി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുന്നേ ഉള്ളൂ. 4 ഡിജിറ്റ് വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ എല്ലാത്തിനും കുറച്ച് ക്വസ്റ്റ്യൻ 2 ഡിജിറ്റ് അങ്ങനെയൊക്കെ എടുത്തിട്ട് എല്ലാത്തിനും തരാം. എന്തായാലും ഇത്രയും ചെയ്തതിന്റെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അയച്ചുതരാം. 2 ഡേയ്സിൽ ഒരു മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും അയച്ചുതരാം. അതും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മോഡൽ എക്സാം ചെയ്യുന്ന സമയത്തെ നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യണം. ടൈമർ വെച്ച് കറക്റ്റ് ടൈം അവിടെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് അതായത് ബ്രേക്ക് എടുക്കാണ്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുമ്പോഴേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോ നമ്മൾ എക്സാം ഇവിടെ ഇരുന്ന് ചെയ്യില്ലേ, അതേപോലെ 10 മിനിറ്റ് 15 മിനിറ്റ് ഇരിക്കുക. അപ്പൊ തന്നെ കംപ്ലീറ്റ് ചെയ്ത ശേഷം എഴുന്നേക്കാവും. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഫ്രീ ആവുന്ന ഏതെങ്കിലും ടൈം എടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ ആണെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സമയം എടുത്താൽ മതി. അപ്പൊ കുഴപ്പമില്ല. ഇതെന്താ ഷംല മിസ് ആരോടാ കഥ പറയുന്നേ? അല്ല മിസ്, അപ്പൊ എല്ലാവർക്കും സെപ്പറേറ്റ് ടൈം എടുക്കാൻ പറ്റുമോ? അല്ല, ഇപ്പൊ മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യാൻ തരുന്നില്ല മിസ്സേ. മറ്റേത് 1 അവർ ഉണ്ടല്ലോ, എക്സാമിന് 1 അവർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം ടൈമിന് അങ്ങോട്ട് മൽപ്പിടുത്തം പിടിക്കാത്തെ. റിവിഷന്റെ ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചേ. ഒരു ക്ലാസ് കൂടി ഉണ്ടാവും. എനിക്ക് പിന്നെ മോഡൽ എക്സാം ഉണ്ടാവും. ഡിവിഷനിൽ ഇങ്ങനെ ഒരു ഡിവിഷൻ അടുത്ത ക്ലാസ്സിൽ റിവിഷന്റെ ക്ലാസ് പറഞ്ഞു കേട്ടോ. അടുത്ത ആഴ്ച ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതുവരെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചുതരാം. ഓക്കെ. അപ്പൊ എല്ലാ ദിവസവും കുറച്ച് ചെയ്തു നോക്കണേ. ഡെസിമൽസും എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഇട്ടുള്ളൂ. ഓക്കെ. 100-ലാണോ മാർക്ക്? 100-ലാ മിസ്സേ മാർക്ക്. ക്വസ്റ്റ്യൻസ് എത്ര വേണേലും എടുക്കാം, മാർക്ക് 100-ൽ ഇട്ടോളാം എന്നാ പറഞ്ഞു. ഓക്കെ, ബൈ. മിസ് എക്സാം കഴിഞ്ഞിട്ടാ പോവാ? അല്ലേ അതിന് മുമ്പ് പോവില്ലേ സന മിസ്? മിസ്സേ, ഞാൻ 30-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി ആയിട്ട് പോകും. ഞങ്ങൾക്കൊരു മാരേജ് ഉണ്ട് 27, 28, പിന്നെ 3-ഉം 4-ഉം. ശരി. ഷംല മിസ്സിന് പോവാല്ലേ? ഷംല മിസ്സിന് പോവാല്ലേ കല്യാണത്തിന്? ഓള് വിളിച്ചിട്ടില്ലേ?
അതാണ് ആ മുഖത്തെ ആ സങ്കടം. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് എടുത്ത് നിങ്ങൾക്ക് പോകല്ലേ എന്ന്. ഓളെ വിളിക്കണ്ടേ? അതാണ് വയ്യ. എക്സാം കഴിഞ്ഞിട്ട് പോവാം മിസ്. അവരെ കല്യാണം ഒന്നുമില്ല, ഒക്കെ നിർത്തിവെച്ച്. എക്സാമിന് ഫുള്ള് മാർക്ക് വാങ്ങണം. ഓക്കെ ആയിക്കോട്ടെ, ബൈ. ബൈ ബൈ.